ബ്രെയിൻ വിറ്റിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുഖമായിരിക്കുന്നു, നിങ്ങളും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസത്തെ ബാക്കി ക്വിസ്. ഓക്കെ, കപ്പലുകളെ ഗതി നിയന്ത്രണത്തിൽ സഹായിക്കുന്ന എന്ന ഉദ്ദേശത്തോടെ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? കപ്പലുകളെ ഗതി നിയന്ത്രണത്തിൽ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിച്ച ഉപഗ്രഹം, ട്രാൻസിറ്റ് ഉപഗ്രഹമാണത്. ആദ്യമായി ചന്ദ്രനിൽ ചെന്നിറങ്ങിയ മനുഷ്യർ ആരെല്ലാം? ആദ്യമായി ചന്ദ്രനിൽ ചെന്നിറങ്ങിയ മനുഷ്യരാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ഇ ആൾഡ്രിൻ. ആദ്യമായി ചന്ദ്രനിൽ മനുഷ്യർ ഇറങ്ങുവാൻ ഉപയോഗിച്ച വാഹനം അപ്പോളോ 11 ആ വാഹനം. 1969 ജൂലൈയിലാണ് അവർ ചന്ദ്രനിൽ ഇറങ്ങിയത്. ആദ്യമായി മനുഷ്യരില്ലാതെ ചന്ദ്രനിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ കൊണ്ടുവന്ന വാഹനം ഏത്? ലൂണ 16 ആ വാഹനം. ഇത് ചന്ദ്രനിൽ ഇറങ്ങിയത് 1960 സെപ്റ്റംബർ 12 ചന്ദ്രനിൽ നിന്നും അവസാനമായി മടങ്ങി വന്ന ബഹിരാകാശ യാത്രികൻ ആര്? യുജിൻ സിമേനാണ്. അദ്ദേഹം യുജിൻ സിമേനാണ് ചന്ദ്രനിൽ നിന്നും അവസാനമായി മടങ്ങി വന്ന ബഹിരാകാശ യാത്രികൻ. ചലഞ്ചറിൽ എത്ര പേരാണ് ബഹിരാകാശ യാത്ര നടത്തിയത്? 5 പേരാണ് ചലഞ്ചറിൽ ബഹിരാകാശ യാത്ര നടത്തിയത്. ചലഞ്ചറിൻ്റെ കമാൻഡറുടെ പേര് എന്താണ്? ചലഞ്ചറിൻ്റെ കമാൻഡറുടെ പേര് റോബർട്ട് ക്രിപ്പൺ എന്നാണ്. ചലഞ്ചറിൻ്റെ കമാൻഡറുടെ പേര്. വ്യാഴത്തെ സമീപിച്ച് ആദ്യമായി പര്യവേക്ഷണം നടത്തിയ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? പയനിയർ 30. USA പയനിയർ 30 വ്യാഴത്തെ സമീപിച്ച് ആദ്യമായി പര്യവേക്ഷണം നടത്തിയത്. 1973 ഡിസംബർ 3 ഈ പര്യവേക്ഷണം ഉണ്ടായത്. വ്യാഴത്തിൻ്റെ സമീപത്തുകൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ചലഞ്ചർ എന്ന അമേരിക്കൻ സ്പേസ് ഷട്ടിൽ വിക്ഷേപിച്ചത് എന്ന്? 1983 ജൂൺ 18 അത് വിക്ഷേപിച്ചത്. ചൈന ആദ്യമായി ബഹിരാകാശ പഠനത്തിന് ഉപഗ്രഹം അയച്ചത് എന്നാണ്? 1981 സെപ്റ്റംബർ 23 ചൈന